മെട്രോ വ്ളോഗേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ തക്കാളി കെച്ചപ്പ് ഉണ്ടാക്കുന്ന വിധമാണ്. പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും അതിനാവശ്യമില്ല. തക്കാളി, പഞ്ചസാര, അങ്ങനെ 2-3 സാധനങ്ങൾ വേണ്ട. പുറത്തുനിന്ന് നമ്മളൊന്നും ഫ്ലേവറോ മറ്റൊന്നും വാങ്ങേണ്ട കാര്യമില്ല. തക്കാളി 1 കിലോത്തോളം തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ തക്കാളി കഴുകി ചെറുതാക്കി മുറിച്ച് അത് കുക്കറിലിടുന്നു. അതിൻ്റെ മുകളിൽ വെളുത്തുള്ളി 4 അല്ലി, കുരുമുളക് 4 എണ്ണം, കറിയാമ്പൂവ് 4 എണ്ണം, അത്രയും കുക്കറിലിട്ട് കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കുക. 3 വിസിൽ വരുന്നവരെ അടപ്പത്ത് വെച്ചതിന് ശേഷം ഇറക്കി ചൂടാറാൻ വയ്ക്കുക. ഈ ചൂടാറാൻ വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട കറുവപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക് അത് എടുത്തു മാറ്റണം. അത് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് ഈ തക്കാളി വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തോട് കൂടി ചേർത്ത് മിക്സിയിലിട്ട് അരയ്ക്കാം. അരച്ചെടുത്തതിന് ശേഷം അത് നല്ലൊരു അരിപ്പ് വെച്ച് വെള്ളം ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. അരിച്ചൊഴിച്ചതിന് ശേഷം അത് ചെറിയ ഫ്ലെയിമിൽ അടപ്പത്ത് വയ്ക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ചുപ്പ്, 1 കപ്പ് പഞ്ചസാര, അത്രയും സാധനങ്ങൾ അതിൽ ചേർത്ത് കൊടുക്കുക. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇത് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അത് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇത് ഒരു വെളുത്ത പ്ലേറ്റിൽ 1 സ്പൂണ് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാകം മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒഴുകി പോവാതെ അവിടെ തന്നെ നിൽക്കും. അതുവരെ നമ്മൾ അടപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അത്രയ്ക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം. അത് കഴിഞ്ഞ് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾ 4 മണി വിട്ട് വരുമ്പോൾ 4 മണിക്ക് കൊടുക്കുന്ന റൊട്ടിയോ ചപ്പാത്തിയോ ഉപ്പുമാവോ എന്തിൻ്റെ കൂടെയും കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ യാതൊരു ഫ്ലേവറും ചേർക്കണില്ല. പിന്നെ നമ്മൾ ഇത് അടപ്പത്ത് വെച്ച് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കണം. അത് ഞാൻ പറഞ്ഞില്ല. 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ അതിൽ ചേർത്തിട്ട് വേണം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പഞ്ചസാര പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് അല്പം ടേസ്റ്റ് നോക്കാം. മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. മുളക് പൊടി അത്ര തന്നെ മതി, 1/2 സ്പൂണ് തന്നെ മതി. ആ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും. ഈ അത്യാവശ്യത്തിന് ചെറിയ ഒരു എരിവും കൂടി ഉണ്ടാവും. അപ്പോഴാണ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. പുറത്തുനിന്നുള്ള ഒരു ഫ്ലേവറും ഇതിൽ ചേർക്കേണ്ട. വീട്ടിലുണ്ടാവുന്ന തക്കാളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കറുവപ്പട്ടൻ അങ്ങനെയുള്ളതൊന്നും പുറത്തുനിന്ന് തന്നെ വാങ്ങണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. വളരെ നല്ല ടേസ്റ്റും വളരെ നല്ല കളറും കുട്ടികൾക്കൊക്കെ ധാരാളം നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ ഇത് തയ്യാറാവും. എല്ലാവരും ഇത് ഒരിക്കലും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.